ബ്രസീൽ വേഴ്സസ് ജപ്പാൻ ഒന്നിനെതിരെ 2 ഗോളുകൾക്ക് ജപ്പാനെ പരാജയപ്പെടുത്തിക്കൊണ്ട് റൗണ്ട് ഓഫ് 16ലേക്ക് ബ്രസീൽ മാർച്ച് ചെയ്യുകയാണ്. ഒരു കംബാക്ക് വിജയം. ഒരു സൂപ്പർ സബ്ബായിട്ട് വന്ന മാർട്ടിനെല്ലി വിജയ ഗോൾ കണ്ടെത്തുന്നു. റൗണ്ട് ഓഫ് 16ലേക്ക് ഒരു സ്ലോട്ട് ഉറപ്പിക്കുകയാണ് ബ്രസീൽ. മത്സരത്തിൻ്റെ സ്റ്റാറ്റ്സ് നമ്മൾ പരിശോധിക്കുമ്പോൾ മത്സരത്തിൽ ഉടനീളം പ്യുവർ ഡോമിനേഷൻ ആയിരുന്നു ബ്രസീലിൻ്റേത്. നമ്മൾ ഏത് ഡിപ്പാർട്ട്മെൻ്റ് എടുത്ത് നോക്കിയാലും ബോൾ പൊസിഷൻ ആണെങ്കിലും ഷോട്ടുകളാണെങ്കിലും ഷോട്ട് ഓൺ ടാർഗറ്റ് ആണെങ്കിലും പാസിംഗ് ആണെങ്കിലും എന്ത് തന്നെ എടുത്തു നോക്കിയാലും മത്സരത്തിൽ ഉടനീളം മികച്ച ആധിപത്യത്തോടു കൂടി കളിച്ചത് ബ്രസീൽ തന്നെയായിരുന്നു. അതിനുള്ള അർഹിച്ച ഒരു വിജയം തന്നെയാണ് ബ്രസീൽ നേടിയെടുത്തിട്ടുള്ളത്. നമ്മൾ ബ്രസീലിൻ്റെ ആദ്യ 11 നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മളതിൽ സാക്ഷാൽ നെയ്മർ ജൂനിയറിൻ്റെ ഒരു സാന്നിധ്യം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. അദ്ദേഹത്തെ ഈ ടീമിൽ ഉൾപ്പെടുത്തുമെന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ കാർലോ ആഞ്ചലോട്ടി സ്കോട്ട്ലൻഡിനെതിരെയുള്ള അതേ സ്കോഡുമായിട്ടാണ്, അതേ 11 ഇവിടെ ജപ്പാനെതിരെയും കളിക്കാൻ അവരെ മൈതാനത്തേക്ക് അയച്ചിരുന്നത്. അതിൽ ആ ഒരു വിന്നിംഗ് 11-ൽ യാതൊരു ചേഞ്ചും കാർലോ ആഞ്ചലോട്ടി നടത്തിയിരുന്നില്ല. അതിനെ ശരിവെക്കുന്ന പ്രകടനമാണ് ആദ്യ 11-ലും അവർ കാഴ്ചവെച്ചിരുന്നത്. കൃത്യമായിട്ട് അറ്റാക്കുകൾ അവർ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ജപ്പാൻ്റെ ആ ഒരു ഡിഫൻസിനെ ഭേദിക്കാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. ഒരു ഗ്യാപ്പ് പോലും ബ്രസീൽ താരങ്ങൾക്ക് ജപ്പാൻ താരങ്ങൾ നൽകിയിരുന്നില്ല. ആ ഡിഫൻസ് കൃത്യമായിട്ട് അവർ ക്രോഡീകരിച്ചുകൊണ്ട് നിർത്തിയത് കൊണ്ട് തന്നെ ഒരു ഗ്യാപ്പ് പോലും അവർക്ക് നൽകിയിരുന്നില്ല എന്നതാണ്. എന്നാൽ മത്സരത്തിൽ ആദ്യ ഗോൾ സ്കോർ ചെയ്യുന്നത് ജപ്പാനാണ്. സാന എന്ന് പറയുന്ന ഒരു ജപ്പാനീസ് മിഡ്ഫീൽഡറാണ് ആദ്യമായിട്ട് ആ മത്സരത്തിൽ ആദ്യം ഒരു ലീഡ് കൊണ്ടുവരുന്നത്. അതൊരു ബാങ്ങറായിരുന്നു. അലിസൺ ബക്കറിനെ ഒന്ന് തൊടാൻ പോലും ആവാത്ത രീതിയിൽ ഒരു ഷോട്ടായിരുന്നു. ഔട്ട്സൈഡ് ദി ബോക്സ് ഷോട്ടായിരുന്നു. അത് ഗോളായി മാറുന്നു. അങ്ങനെ 1-0 ആദ്യ പകുതി ജപ്പാൻ അവസാനിപ്പിക്കുന്നത്. രണ്ടാം പകുതിയിലേക്ക് എത്തിയപ്പോൾ കാർലോ ആഞ്ചലോട്ടി പകരക്കാരൻ്റെ റോളിൽ എൻഡ്രിക്കിനെ കൊണ്ടുവരുന്നുണ്ട്. അതിനുശേഷം രണ്ടാം പകുതിയിലാണ് നമ്മൾ വിനീഷ്യസ് ജൂനിയറിനെ ഒന്നും കൂടി ഡേഞ്ചറായിട്ട് നമ്മൾ കാണുന്നത്. നമ്മൾ ആദ്യ പകുതിയിൽ നമ്മൾ വിനീഷ്യസിൻ്റെ ആ ഒരു ബോക്സിലേക്ക് കട്ട് ചെയ്ത് കയറുന്ന അങ്ങനെ ഒരു ടിപ്പിക്കൽ വിനീഷ്യസ് തിങ് ഒന്നും നമ്മൾ അതിൽ കണ്ടിട്ടില്ലായിരുന്നു. രണ്ടാം പകുതിയിലെത്തിയപ്പോൾ കഥ മൊത്തത്തിൽ മാറി. വിനീഷ്യസ് ആ ലെഫ്റ്റ് വിങ്ങിനെ പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു. വിനീഷ്യസ് ഒരുപാട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് രംഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. വിനീഷ്യസ് ജൂനിയർ നടത്തുന്ന പല അറ്റാക്കുകളും തടഞ്ഞിരുന്നത് ഒന്നുകിൽ കീപ്പർ അല്ലെങ്കിൽ അത് സൈഡ് പോസ്റ്റിനൊക്കെ തട്ടിപ്പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. അങ്ങനെ നിരന്തരം അറ്റാക്കുകൾക്കൊടുവിലാണ് കാസിമിറോയിലൂടെ ഒരു ഈക്വലൈസർ ഗോള് ബ്രസീൽ കൊണ്ടുവരുന്നത്. അതിൽ ബ്രസീൽ ഉപയോഗിച്ച സ്ട്രാറ്റജി എന്താ നോക്കുക. കൂടുതലുള്ള ബ്രസീൽ താരങ്ങളെയൊക്കെ ഫ്രണ്ടിലേക്ക് സമന്വയിപ്പിച്ചുകൊണ്ടാണ് ആ ഒരു ഈക്വലൈസർ ഗോള് കാസിമിറോയിലൂടെ അവർ നേടുന്നത്. ജപ്പാൻ താരങ്ങളെ സംബന്ധിച്ച് അവർ ആവറേജ് ഹൈറ്റ് എന്ന് പറയുന്നത് 5'10" ആണ്. ആ ആവറേജ് ഹൈറ്റിൽ നിന്ന് അവരെക്കാൾ ഉയരം കൂടിയ താരങ്ങളെ ബോക്സിലേക്ക് എത്തിച്ചുകൊണ്ട് ആ ഒരു വിജയഗോളല്ല ഒരു സമനില ഗോള് അവർ സ്വന്തമാക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ജപ്പാന് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഹൈറ്റിൻ്റെ പ്രശ്നമാണ്. ഒരു ലോങ് ബോൾ വന്നാലോ ഒരു ഹൈ ബോൾ വന്നാലോ ജപ്പാൻ താരങ്ങൾക്ക് അതിലേക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാനോ ആ ഒരു കൃത്യമായിട്ട് പന്തിലേക്ക് ചാർജ് ചെയ്ത് എത്താനോ പലപ്പോഴും സാധിക്കാറില്ല. അതാണ് നമ്മൾ ആദ്യം കാസിമിറോയുടെ ഈക്വലൈസർ ഗോൾ നമ്മൾ കണ്ടത്. ആ ഒരു കാസിമിറോക്ക് ഒരു പ്രഷർ നൽകാൻ പോലും ആ ജപ്പാൻ താരങ്ങൾക്ക് സാധിച്ചിരുന്നില്ല. കൃത്യമായിട്ട് അദ്ദേഹം അത് സുഖമായിട്ട് ഗോളാക്കി മാറ്റുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. നമ്മൾ വിനീഷ്യസ് ജൂനിയറിൻ്റെ കാര്യം പറയുന്ന പോലെ തന്നെ കാർലോ ആഞ്ചലോട്ടിക്ക് ഏറ്റവും കൂടുതൽ വിശ്വസ്തമായ താരങ്ങളിൽ ഒരാളാണ് കാസിമിറോയും. ആ കാസിമിറോയിലൂടെ തന്നെയാണ് ഒരു ഈക്വലൈസർ ബ്രസീൽ കണ്ടെത്തുന്നത്. കാസിമിറോക്ക് തന്നെയാണ് ഈ മാച്ചിലെ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടുന്നത്. അങ്ങനെ അവസാന മിനിറ്റിലേക്ക് മത്സരം കടക്കുന്നു. ജപ്പാനെ സംബന്ധിച്ച് അവരൊരു സമനിലയിൽ കളി അവസാനിപ്പിക്കാമെന്ന് തന്നെയായിരുന്നു കരുതിയിട്ടുണ്ടാവുക. പക്ഷേ അവസാന മിനിറ്റിൽ ഒരു ബോക്സിൽ ഒരു ചെറിയ ഗ്യാപ്പിലൂടെ തന്നെ മാർട്ടിനെല്ലി ഒരു വിന്നിംഗ് ഗോളാക്കി മാറ്റുകയാണ്. തനിക്ക് ലഭിച്ച ആ ഒരു ചെറിയ ഗ്യാപ്പാണ് അദ്ദേഹത്തിന് ആ ബോക്സിൽ ലഭിച്ചിട്ടുള്ളൂ. അതിനെ അവർ അനുവദിച്ചിരുന്നുള്ളൂ. പക്ഷേ ആ ഒരു ഗ്യാപ്പിലൂടെ തന്നെ സുസുക്കി എന്ന കീപ്പറെ, അതുവരെ മികച്ച രീതിയിൽ സേവ് ചെയ്ത കീപ്പറെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഒരു ഗംഭീര ഫിനിഷ് മാർട്ടിനെല്ലി കൊണ്ടുവരുന്നു. അങ്ങനെ 2-1 ബ്രസീൽ റൗണ്ട് ഓഫ് 16ലേക്ക് വിജയിച്ച് കയറുന്ന കാഴ്ച നമ്മൾ കാണുന്നു. അതിൽ നമ്മൾ ജപ്പാനെ നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. ജപ്പാനെ സംബന്ധിച്ച് തങ്ങളെക്കാൾ എത്രയോ ശക്തരാണ് ബ്രസീൽ എന്നറിഞ്ഞിട്ടും വിടാതെയുള്ള ആ സാമുറായികളുടെ ആ ഒരു പോരാട്ട വീര്യം പുറത്തെടുത്തല്ലോ. അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ആദ്യമായിട്ട് അവർ ലീഡ് കൊണ്ടുവരുന്നു. മത്സരത്തിൽ ആദ്യ ലീഡ് കൊണ്ടുവരുന്നു. ആ ലീഡ് ആദ്യ പകുതിയിൽ സംരക്ഷിക്കുന്നു. രണ്ടാം പകുതിയിലാണ് പിന്നീട് അത് ഈക്വലൈസർ ഗോൾ കാസിമിറോയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചത്. അങ്ങനെ മറ്റൊരു വേൾഡ് കപ്പ് കൂടി സാമുറായികൾ ഹൃദയം കവർന്നുകൊണ്ട് ഈ വേൾഡ് കപ്പിൽ നിന്നും പുറത്തായിരിക്കുകയാണ്. ഇനി അടുത്ത വേൾഡ് കപ്പിൽ ഇതിനേക്കാളും വലിയ രീതിയിൽ മികച്ച രീതിയിൽ തന്നെയായിരിക്കും സാമുറായികൾ വരുന്നുണ്ടാവുക, ജപ്പാൻ ടീം വരുന്നുണ്ടാവുക.
ബ്രസീലിനെ സംബന്ധിച്ച് അവർ റൗണ്ട് ഓഫ് 16ലേക്ക് എത്തിയിരിക്കുകയാണ്. കിരീട സാധ്യത നിലനിർത്തിക്കൊണ്ട് റൗണ്ട് ഓഫ് 16ലേക്ക് ഒരു രാജകീയമായിട്ട് കടന്നു വന്നിരിക്കുകയാണ്.